Hello students, first years in the MDC paper Mathematics for Competitive Examination Part 1 അതിലെ ലാസ്റ്റ് സെക്ഷനായ ക്ലോക്ക് ആൻഡ് കലണ്ടറിലെ കലണ്ടർ എന്ന് വരുന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ക്ലോക്കിനെ കുറിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ എന്താണ് കലണ്ടർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ചെറിയൊരു ഡെഫിനേഷനാണ്. കലണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ചാർട്ട് ഓർ സീരീസ് ഓഫ് പേജസ്. അതിൽ എന്തൊക്കെ ഉണ്ടാവും? ഡേയ്സ് ഉണ്ടാവും, വീക്സ് ഉണ്ടാവും, അതുപോലെ ആ ഇയറിൽ ഒരു വർഷത്തെ പർട്ടിക്കുലർ മന്ത് ഉണ്ടാവും, ജനുവരി ടു ഡിസംബർ. ഇത്രയും വരുന്നതാണ് എന്ത്? കലണ്ടർ എന്ന് പറയുന്നത്. ഒരു കലണ്ടറിൽ ഒരു വർഷത്തെ ആയിരിക്കും കലണ്ടർ ഉണ്ടാവുക. സോ ഒരു വർഷത്തിൽ 365 ദിവസം അല്ലെങ്കിൽ 366 ദിവസമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മൊത്തം 12 മാസം എല്ലാം കൂടി എടുക്കുമ്പോൾ ഒന്നുകിൽ 365 ദിവസം വരും, അല്ലെങ്കിൽ 366 ദിവസം വരും. സാധാരണ വർഷം, ഓർഡിനറി ഇയർ എന്ന് പറഞ്ഞാൽ 365 ഡേയ്സ് വരുന്ന വർഷങ്ങളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഓർഡിനറി ഇയർ എന്ന് പറയാം. ഇനി ഓർഡിനറി ഇയറിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ പറഞ്ഞു 365 ദിവസമാണ് ഉണ്ടാവുക എന്ന്. അപ്പോൾ നമ്മളതിന് എന്ത് ചെയ്യുക? ഒന്ന് വീക്കിലേക്ക് കൺവേർട്ട് ചെയ്യുക. 365 ദിവസത്തിൽ എത്ര ആഴ്ചകൾ ഉണ്ടാവും നോക്കാം. അത് കിട്ടാൻ എന്ത് ചെയ്യണം? 365 ഡിവൈഡഡ് ബൈ 7 എന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് 52 പോയിൻ്റ് എന്നാണ് ആൻസർ വരിക. അപ്പോൾ എന്ത് ചെയ്യുക? 52 ഇൻറ്റു 7 364 വരിക. പിന്നെ ബാക്കി എത്രയുണ്ട്? 1 ഉണ്ട്. അപ്പോൾ 365 ദിവസത്തിന് നമുക്ക് എങ്ങനെ ചെയ്താൽ 365 ഈക്വൽ ടു ബൈ 7 ചെയ്താൽ 52 പോയിൻ്റ് വരും. സോ 52 ഇൻറ്റു 7 പ്ലസ് 1. 52 ഇൻറ്റു 7 ചെയ്താൽ 364 പ്ലസ് 1 365. അപ്പോൾ ഒരു ഓർഡിനറി ഇയറിൽ 52 വീക്ക്, 52 ആഴ്ചകളുണ്ടാവും. കൂടാതെ എക്സ്ട്രാ ഒരു ഡേ ഉണ്ടാവും. അതേപോലെ ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 366 ദിവസം വരുന്ന വർഷങ്ങളിനെയാണ് നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുക. അപ്പോൾ അതിനകത്ത് എത്ര എക്സ്ട്രാ ഡേ ഉണ്ടാവും? 365 ആണെങ്കിൽ അതിന് 52 കംപ്ലീറ്റ് വീക്കും ഒരു എക്സ്ട്രാ ഡേയുമാണ് ഉണ്ടാവുക. 366 ആണെങ്കിൽ ഇതേപോലെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 52 പോയിൻറ്റ് സംതിങ് തന്നെ വരിക. അപ്പോൾ 52 ഇൻറ്റു 7 ചെയ്താൽ 364. 366 വരണമെങ്കിൽ എന്ത് ചെയ്യണം? പ്ലസ് 2 ചെയ്യണം. അപ്പോൾ 366 ഈക്വൽ ടു 52 വീക്കും പ്ലസ് 2 എക്സ്ട്രാ ഡേയ്സും ആയിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ ഈ വരുന്ന എക്സ്ട്രാ ഡേയ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, അതിനെ നമ്മൾ ഓഡ് ഡേയ്സ് എന്നാണ് വിളിക്കുക കേട്ടോ. നമുക്കിവിടെ ഒരു ഡെഫിനേഷൻ വരുന്നുണ്ട്. നമ്മളിങ്ങനെ കംപ്ലീറ്റ് വീക്കാക്കി ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന എക്സ്ട്രാ ഡേയ്സിനെ നമ്മൾ എന്തെന്ന് പറയും? ഓഡ് ഡേയ്സ് എന്ന് പറയും. നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയി നോക്കാം. അപ്പോൾ ഇനി ഒരു വർഷം തന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഓർഡിനറി ഇയർ ആണോ ലീപ്പ് ഇയർ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോൾ ഒരു ഇയർ തന്നു, അത് ഓർഡിനറി ഇയർ ആണോ ലീപ്പ് ഇയർ ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഒരു തന്നിട്ടുള്ള വർഷം ലീപ്പ് ഇയർ ആണെങ്കിൽ അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം ആ വർഷത്തിനെ. ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെന്തായിരിക്കും? ലീപ്പ് ഇയർ ആയിരിക്കും. പറ്റാത്ത വർഷങ്ങളിൽ നമ്മൾ ഓർഡിനറി ഇയർ എന്ന് പറയും. അതേപോലെ സെഞ്ചുറി ആണെങ്കിൽ, എന്താ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ? 100 ഇയേഴ്സ് വരുന്നതിന്, 100, 200, 300, 400 അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ സെഞ്ചുറി എന്ന് പറയാം. അപ്പോൾ ഒരു ഇയർ തരുന്ന ഇയർ സെഞ്ചുറി ആണെങ്കിൽ നമ്മളതിനെ 4 കൊണ്ടല്ല 400 കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഇയർ ലീപ്പ് ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? ലീപ്പ് ഇയറിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സെഞ്ചുറി ആണോ നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 400 കൊണ്ട് ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമെങ്കിൽ സെഞ്ചുറി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഇയേഴ്സ് ലൈക്ക് 1988, 2008 ആർ ലീപ്പ് ഇയർ. 1988, 2008 ഇതിനെല്ലാം നമുക്ക് 4 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതെല്ലാം എന്താണ്? ലീപ്പ് ഇയർ ആണ്. അതേപോലെ 2000, 2400 ഇതെന്താണ്? ലീപ്പ് ഇയർ ആയിരിക്കും. ഇത് 2 സെഞ്ചുറീസ് ആണ്. 2000-നെ നമുക്ക് 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 2400-നെയും 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇത് രണ്ടും എന്തായിരിക്കും? ലീപ്പ് ഇയർ ആയിരിക്കും. അതേപോലെ 1999, 2003 ഇത് നമ്മൾ ഒരു ഇയർ തന്നു കഴിഞ്ഞാൽ നമുക്ക് 4 കൊണ്ട്, ലാസ്റ്റ് 2 0 വരുന്ന നമ്പേഴ്സ് ആണെങ്കിൽ 400 കൊണ്ടും, അതല്ലാത്ത നമ്പേഴ്സിനെ ഇയേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 1999 എന്നുള്ളത് ഒരിക്കലും 4 കൊണ്ട് പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ 2003-നെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇയേഴ്സ് എന്തായിരിക്കില്ല? ലീപ്പ് ഇയർ ആയിരിക്കില്ല, ഓർഡിനറി ഇയർ ആയിരിക്കും. അതേപോലെ നോക്കുക സെഞ്ചുറീസ് 1700, 1800 ഇതും 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇതെന്തായിരിക്കില്ല? ലീപ്പ് ഇയർ ആയിരിക്കില്ല. അപ്പോൾ അത് ഓർത്തിരിക്കുക. ലീപ്പ് ഇയർ ആണെന്ന് ചെക്ക് ചെയ്യാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം.
അതേപോലെ സെഞ്ച്വറീസ് ആണെങ്കിൽ അതായത് ലാസ്റ്റ് 2 സീറോ വരുന്ന ഇയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക 400 കൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടത്. ഇനി നമ്മൾ പറഞ്ഞു എന്താണ് സെഞ്ച്വറി എന്ന് പറഞ്ഞാൽ 100 വർഷം അല്ലേ. അപ്പോൾ ഈ സെഞ്ച്വറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 76 ഓർഡിനറി ഇയറും അതേപോലെ തന്നെ ബാക്കി 24 ലീപ്പ് ഇയറാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ലീപ്പ് ഇയർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, ഓർഡിനറി ഇയർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മളൊരു സെഞ്ച്വറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 100 വർഷം എടുക്കുകയാണെങ്കിൽ ആ 100 വർഷത്തിൽ എത്ര സാധാരണ വർഷം ഉണ്ടാവും? 76 സാധാരണ വർഷവും ഉണ്ടാവും, 24 ലീപ്പ് ഇയറും ഉണ്ടാവും. നമുക്കറിയാം 24 ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 വർഷം കൂടുമ്പോഴാണ് ലീപ്പ് ഇയർ ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ 100 വർഷം എടുക്കുമ്പോൾ അതിൽ മൊത്തം 24 ലീപ്പ് ഇയറും 76 ഓർഡിനറി ഇയറുമാണ് ഉണ്ടാവുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഓഡ് ഡേയ്സിലേക്ക് വരാം. ഇനി നമ്മൾ സെഞ്ച്വറീസിൻ്റെ അതുപോലെ ഇയേഴ്സിൻ്റെയൊക്കെ എങ്ങനെയാണ് ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുക എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ, അതായത് ഡിവൈഡഡ് ബൈ 7 ചെയ്ത ശേഷം ബാക്കി എക്സ്ട്രാ വരുന്ന ആ ഡേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ സെഞ്ച്വറിയിൽ 76 ഓർഡിനറി ഇയറും 24 ലീപ്പ് ഇയറുമാണ് ഉണ്ടാവുക. ഇനി ഒരു കാര്യം ഇതിൽ ഓർത്തിരിക്കേണ്ടത്, ഓർഡിനറി ഇയേഴ്സിനെല്ലാം ഒരു ഓഡ് ഡേയും ലീപ്പ് ഇയേഴ്സിനെല്ലാം എത്ര ഉണ്ടാവും? 2 ഓഡ് ഡേയ്സും ഉണ്ടാവും. എന്താണ് കാരണം? നമ്മളിവിടെ പറഞ്ഞു 365 ദിവസം വരുന്നതിനാണ് നമ്മൾ ഓർഡിനറി ഇയർ എന്ന് പറയുക. അതിൽ ബാക്കി എക്സ്ട്രാ വരുന്ന ഡേ എന്താണ്? 1 ആണ്. 52 × 7 + 1 ആണ്. അപ്പോൾ ഓർഡിനറി ഇയേഴ്സിനെല്ലാം ഒരു ഓഡ് ഡേയും ലീപ്പ് ഇയേഴ്സിനെല്ലാം 2 ഓഡ് ഡേയ്സും ആണ് ഉണ്ടാവുക. അപ്പോൾ അത് ഓർത്തിരിക്കണം. ഇങ്ങനെ മാറ്റി എഴുതുമ്പോൾ ലീപ്പ് ഇയേഴ്സിന് 2 ഓഡ് ഡേയ്സും ഓർഡിനറി ഇയേഴ്സിന് ഒരു ഓഡ് ഡേയുമാണ് ഉണ്ടാവുക. നോക്കുക, ഈ സെഞ്ച്വറിയിൽ എത്ര ഓഡ് ഡേയ്സ് ആണ് വരിക എന്നാണ് ഇനി നോക്കാൻ പോണത്. 100 ഇയേഴ്സ് 200 ഇയേഴ്സിനൊക്കെ ഓഡ് ഡേയ്സ് എത്ര ഉണ്ടാവുമെന്നാണ് ഇനി നോക്കാൻ പോണത്. അപ്പോൾ സെഞ്ച്വറിയിൽ നമ്മൾ പറഞ്ഞു 76 ഓർഡിനറി ഇയേഴ്സും 24 ലീപ്പ് ഇയറുമാണ് ഉണ്ടാവുകയെന്ന്. ഇനി 100 ഇയേഴ്സിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട് നോക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ 2 സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ആദ്യം 76 ഇയേഴ്സ് ഓർഡിനറി ഇയേഴ്സ് + 24 ലീപ്പ് ഇയേഴ്സ്. 76 ഓർഡിനറി ഇയറിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടാവും? ഒരു ഓർഡിനറി ഇയറിൽ ഒരു ഓഡ് ഡേ ആണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ 76 ഓർഡിനറി ഡേയ്സ് എടുക്കുമ്പോൾ അതിനകത്ത് 76 ഓഡ് ഡേയ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ബാക്കി 24 വർഷം എന്താണ്? ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയറിനകത്ത് എത്ര ഓഡ് ഡേ ആണ് ഉണ്ടാവുക? എക്സ്ട്രാ വരുന്നത് 2 ഡേ ആണ്. സോ 24 വർഷത്തിൽ ഒരു വർഷത്തിൽ 2 ഓഡ് ഡേ വരികയാണെങ്കിൽ 24 വർഷം എടുക്കുമ്പോൾ എത്ര വരും? 24 × 2 ഓഡ് ഡേയ്സ്. ദെൻ ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുക. 76 + 24 × 2 48. 76 + 48 ചെയ്താൽ 124 ഓഡ് ഡേയ്സ് എന്ന് കിട്ടും. ഇനി നമുക്ക് ഓഡ് ഡേ എന്ന് പറയുന്നത് എവിടം വരെ വരുള്ളൂ? 6 വരെ വരുള്ളൂ. 0 to 6 ഡേയ്സ് വരെ മാത്രമേ വരുള്ളൂ. കാരണം എന്താണ്? വീക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ വരുന്ന ഡേ ആണ് ഓഡ് ഡേ എന്ന് പറഞ്ഞു. അപ്പോൾ 124 ദിവസത്തിന് നമ്മൾ എന്ത് ചെയ്യുക? വീക്കിലേക്ക് മാറ്റുക. എന്ത് ചെയ്യണം? വീക്കിലേക്ക് മാറ്റണമെങ്കിൽ ഡിവൈഡഡ് ബൈ 7 ചെയ്യാം. അപ്പോൾ 124 ബൈ 7 ചെയ്യുമ്പോൾ നമുക്ക് 17 പോയിൻറ്റ് സംതിങ് എന്ന് കിട്ടും. സോ 17 വീക്സ് പ്ലസ് ബാക്കി എത്ര ഡേയ്സ് ആണ് ഉണ്ടാവുക? 124 ബൈ 7 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 17 പോയിൻറ്റ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ 17 × 7 ചെയ്താൽ 119 വരും. 119 + 5 അതാണ് എന്ത്? 124. അപ്പോൾ 124 ദിവസത്തിന് നമ്മൾ വീക്കിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ബൈ 7 ചെയ്യുക. അപ്പോൾ 124 ബൈ 7 മുകളിൽ കിട്ടുന്ന എത്രയായിരിക്കും? 17. റിമൈൻഡർ ആയിട്ട് വരുന്നത് എത്രയാണ്? 5 ആണ്. അപ്പോൾ 17 × 7 + റിമൈൻഡർ നമ്മൾ എഴുതി. അപ്പോൾ എത്ര ഓഡ് ഡേയ്സ് വരുന്നുണ്ട്? 100 വർഷം എടുക്കുമ്പോൾ വീക്ക് കഴിഞ്ഞ് ബാക്കി വരുന്ന ഡേയ്സ് എക്സ്ട്രാ ഡേയ്സ് 5 ആണ്. അപ്പോൾ 100 വർഷത്തിൽ 5 ഓഡ് ഡേയ്സ് ആണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ 200 വർഷത്തിൽ എത്ര ഉണ്ടാവും? 100 വർഷത്തിൽ 5 ഓഡ് ഡേ ആണെങ്കിൽ 200 ഇയേഴ്സിൽ എത്ര ഉണ്ടാവും? 200 ആവാൻ 100 × 2 ആണ് ചെയ്ത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? × 2 ചെയ്യുക. 5 × 2 10 ഓഡ് ഡേയ്സ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മൾ പറഞ്ഞു ഓഡ് ഡേയ്സ് 0 മുതൽ 6 വരെ ഉണ്ടാവുള്ളൂ വീക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ 10 ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ വീക്കിലേക്ക് മാറ്റുക? 10/7 ചെയ്യുക. 10/7 ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യമല്ലേ പോവുള്ളൂ. അപ്പോൾ 1 × 7 പ്ലസ് റിമൈൻഡർ എത്രയാണ്? 3. അപ്പോൾ 100 വർഷത്തിൽ 5 ഓഡ് ഡേയ്സ് ഉണ്ടാവും. 200 വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഓഡ് ഡേയ്സ് ആണ് ഉണ്ടാവുക. 300 വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിലോ 300/7 ചെയ്യാം.
അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കിട്ടുന്ന ആൻസറിന് എന്ത് ചെയ്താൽ മതി, 100ൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ 100 300 ആവാൻ × 3 ചെയ്യണം. സോ 5നെ × 3 ചെയ്യുക. 5 × 3. അപ്പോൾ 300 വർഷം എടുക്കുകയാണെങ്കിൽ 15 ഓഡ് ഡേയ്സ് ആണ് ഉണ്ടാവുക. പക്ഷെ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എഗെയിൻ ഒന്നുകൂടെ വീക്കിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 15/7 എത്ര വർഷം പോകും, 2 2 × 7 14 + 1 എക്സ്ട്രാ ഒരു ഡേയേ വരുന്നുള്ളൂ വീക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ 100 വർഷത്തിൽ എത്ര ഓഡ് ഡേ ഉണ്ടാവും, 1. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. 100 ഇയേഴ്സിൽ 5 ഓഡ് ഡേയ്സ് ഉണ്ടാവും. 300 ഇയേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഓഡ് ഡേയ്സ് ആയിരിക്കും ഉണ്ടാവുക. 200 ഇയേഴ്സിന് 300 ഇയേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 1 ഓഡ് ഡേ ആണ് ഉണ്ടാവുക. അടുത്തൊരു റിസൾട്ട്, ഓർഡിനറി ഇയർ ആണെങ്കിൽ ഫെബ്രുവരി എന്ന് പറയുന്ന മാസത്തിൽ എന്തുണ്ടാവില്ല, ഓഡ് ഡേയ്സ് ഉണ്ടാവില്ല. ബട്ട് തന്നിട്ടുള്ള ഇയർ ലീപ്പ് ഇയർ ആണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരിയിൽ എത്ര ഉണ്ടാവും, 1 ഓഡ് ഡേ ഉണ്ടാവും. ഓർഡിനറി ഇയറിൽ ഫെബ്രുവരിയിൽ ഓഡ് ഡേയ്സ് ഉണ്ടാവില്ല. കാരണം എന്താണ്, ഫെബ്രുവരിയിൽ 28 ദിവസമാണ് ഉണ്ടാവുക സാധാരണ വർഷമാണെങ്കിൽ. 28/7 ചെയ്താൽ 4, എക്സ്ട്രാ ഡേയ്സ് ഒന്നും വരാനില്ല. സോ ഓർഡിനറി ഇയറിൽ ഫെബ്രുവരി മാസത്തിൽ 0 ഓഡ് ഡേയും, ലീപ്പ് ഇയർ ആണെങ്കിൽ ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടാവും, 29 ദിവസം ഉണ്ടാവും. അപ്പോൾ 29നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 × 7 28 വരുള്ളൂ. അപ്പോൾ 1 ഓഡ് ഡേ വരും, 1 ഡേ എക്സ്ട്രാ ആയിട്ട് വരും. ഇനി നെക്സ്റ്റ് വൺ, ഡേ ഗെയിൻ ഓർ ലോസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു വർഷത്തെ ഇപ്പോൾ ഡേ തന്നു, അതായത് 2013 ഓഗസ്റ്റ് 9 ഇന്ന ദിവസമാണെങ്കിൽ 2014 ഓഗസ്റ്റ് 9 ഏത് ദിവസമായിരിക്കും, അങ്ങനെ തരുന്ന ക്വസ്റ്റ്യൻസ് അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനാണ് നമ്മൾ ഡേ ഗെയിൻ ഓർ ലോസ് എന്ന് പറയുക. അതായത് തന്നിട്ടുള്ള ഡേ ഒന്ന് ഫോർവേഡ് ഫ്രണ്ടിലേക്ക് എടുക്കണോ ബാക്കിലേക്ക് എടുക്കണോ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഓർഡിനറി ഇയറിൻ്റെ കേസാണ് ആദ്യം പറയണത്. വെൻ വി പ്രൊസീഡ് ഫോർവേഡ് ബൈ 1 ഇയർ ദെൻ 1 ഡേ ഈസ് ഗെയിൻഡ്. ഫ്രണ്ടിലോട്ടാണ് വർഷം പോകുന്നതെങ്കിൽ ഒരു ദിവസം എന്ത് ചെയ്യുക, ഫ്രണ്ടിലേക്ക് എടുക്കുക. എക്സാമ്പിൾ പറയുക, അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. 2013 ഓഗസ്റ്റ് 9 എന്താഴ്ചയാണ്, വെള്ളിയാഴ്ചയാണ്, ഫ്രൈഡേ ആണ്. ദെൻ 9th ഓഗസ്റ്റ് 2014 ഏതായിരിക്കും ഡേ, നമുക്ക് രണ്ടും ഡേറ്റ് സെയിം ആണ്, 9th ഓഗസ്റ്റ് ആണ്. ഇയർ മാത്രം എന്ത് ചെയ്തു, 1 ഇയർ ഫോർവേഡായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, ഡേ ഗെയിൻ ചെയ്യും. ഡേ ഗെയിൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇയർ ഫോർവേഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡേ എന്താക്കുക, 1 ഡേ മൂവ് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ഓഗസ്റ്റ് 9 2013 ഓഗസ്റ്റ് 9 ഫ്രൈഡേ ആണെങ്കിൽ 2014 ഓഗസ്റ്റ് 9 എന്തായിരിക്കും, തൊട്ടടുത്ത ദിവസം സാറ്റർഡേ ആയിരിക്കും. അതേപോലെ ബാക്കിലേക്കാണ് എടുക്കുന്നതെങ്കിൽ 2013 തന്നിട്ട് 2012 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഡേ ഒന്ന് കുറയ്ക്കുക. നോക്കാം, 24th ഡിസംബർ 2013 എന്തായിരുന്നു, ട്യൂസ്ഡേ ആണ്. അങ്ങനെയാണെങ്കിൽ 24th ഡിസംബർ 2012 എന്തായിരിക്കും, ട്യൂസ്ഡേന്ന് ഒന്ന് മൈനസ് ചെയ്യുക, ബാക്കിലേക്ക് എടുക്കുക, എന്താണ്, മൺഡേ ആയിരിക്കും. ഇപ്പോൾ ഓർഡിനറി ഇയർ ആണെങ്കിൽ +1 -1 എന്നുള്ള രീതിയിലാണ് ഡേ മൂവ് ചെയ്യേണ്ടത്. ഇതിന് പകരം ലീപ്പ് ഇയർ ആണെന്നുണ്ടെങ്കിൽ +2 അതുപോലെ -2 ആണ് ചെയ്യേണ്ടത്. ഇത് കറക്റ്റ് സെയിം ഡേ ആണെങ്കിൽ മാത്രം 1 ഇയർ ഫ്രണ്ടിലോട്ടോ 1 ഇയർ ബാക്കിലോട്ടോ മൂവ് ചെയ്തു, ഈ മാസവും ഡേറ്റും സെയിം ആണെങ്കിലാണ് നമ്മൾ +1 -1 എന്ന് ചെയ്യുക. അതേപോലെ ലീപ്പ് ഇയറിൽ +2 -2 എന്ന് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടെ. 25th ഡിസംബർ 2011 ഈസ് വെനസ്ഡേ. നോക്കുക, 25th ഡിസംബർ 2011 വെനസ്ഡേ ആണ്. അങ്ങനെയാണെങ്കിൽ 25th ഡിസംബർ 2012 എന്തായിരിക്കും നോക്കുക. 2011 തന്നിട്ടുണ്ട് വെനസ്ഡേ ആണെന്ന്, കണ്ടുപിടിക്കേണ്ടത് ഏതാണ്, 2012 2012 അപ്പോൾ 2012 എന്നുള്ളത് എന്താണ്, /4 ചെയ്യാൻ പറ്റും, ലീപ്പ് ഇയർ ആണ്. അപ്പോൾ ലീപ്പ് ഇയർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, തന്നിട്ടുള്ള ദിവസം 2 ദിവസം, ഒരു ദിവസത്തിന് പകരം 2 ദിവസം മുമ്പിലോട്ടാക്കുക. അപ്പോൾ വെനസ്ഡേ കഴിഞ്ഞാൽ തേഴ്സ്ഡേ ഫ്രൈഡേ ആയിരിക്കും എന്ത്, സെയിം ഡേ. അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ ഡേ എന്ന് പറയുന്നത് 2 ദിവസം മൂവ് ചെയ്യും. മറ്റവിടെ ഓർഡിനറി ഇയർ ആണെങ്കിൽ 1 ഡേ ആണ് മൂവ് ചെയ്തത്, ലീപ്പ് ഇയർ ആകുമ്പോൾ എന്ത് ചെയ്യും, 2 ഡേ മൂവ് ചെയ്യും. അതേപോലെ ബാക്കിലേക്ക് തരികയാണെങ്കിൽ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക, 2 ഡേ പുറകിലോട്ട് എടുക്കുക. ഓക്കെ, ഇനി ഇതിലത്തെ ലാസ്റ്റ് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ സെയിം